call is now being recorded. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് മെഷർമെന്റ് ആയിരുന്നു. ഇന്നത്തോടുകൂടി ഫോഴ്സ് മെഷർമെന്റ് നമ്മൾ തീരും. അതാണ് ഈ 6th മോഡ്യൂളിലെ രണ്ടാമത്തെ പോർഷൻ വരുന്നത്. ഒന്നാമത്തെ സ്ട്രെയിൻ മെഷർമെന്റ് ആയിരുന്നു, രണ്ടാമത്തത് ഫോഴ്സ് മെഷർമെന്റ് ആണ്. അതിൽ നമ്മളിപ്പോൾ ഒരുപാട് ലോഡ് സെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ളതാണ് ന്യൂമാറ്റിക് ലോഡ് സെല്ല് എന്ന് പറയുന്നത്. സോ ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ നമുക്ക് ന്യൂമാറ്റിക് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്ന് അറിയാം. ആ ഒരു ന്യൂമാറ്റിക് എന്ന് പറഞ്ഞ ടേം നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് എയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെഷീനറീസിനാണ് നമ്മൾ ന്യൂമാറ്റിക് മെഷീൻസ് എന്നൊക്കെ പറയാറ്. അതിന്റെ മെയിൻ വർക്കിംഗ് ഫ്ലൂയിഡ് എയർ ആണെങ്കിൽ നമ്മൾ ന്യൂമാറ്റിക് എന്നാണ് പറയാറ്, അല്ലെ? അപ്പോൾ നമ്മളെ കംപ്രസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന്റെയൊക്കെ മെയിൻ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആണ്. അതേപോലെ തന്നെ ന്യൂമാറ്റിക് സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓയിൽ ആയിരിക്കില്ല, എയർ ആയിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ ന്യൂമാറ്റിക് ലോഡ് സെൽ എന്ന് പറയുമ്പോഴും അപ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് സംതിങ് റിലേറ്റഡ് ടു എയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലോഡ് സെൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് പാസ്കൽസ് ലോ വെച്ചിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ചെറിയൊരു വേരിയേഷൻ ആണ് നമ്മളുടെ ന്യൂമാറ്റിക് ലോഡ് സെല്ലിൽ വരുന്നത്. ഓക്കെ, പാസ്കൽസ് ലോ വെച്ചിട്ട് നമ്മൾ പഠിച്ച എന്താ, ഒരു സ്ഥലത്ത് നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ ആ വാട്ടറിൻ്റെ അകത്ത് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആണെങ്കിൽ ടു ദ എൻറ്റയർ ഏരിയ ആ സെയിം പ്രഷർ ആയിരിക്കും അതിനെ എക്സേർട്ട് ആയിട്ട് വരിക. നമ്മളായിട്ട് പ്രഷർ ഗേജ് ഒക്കെ വെച്ചിട്ടായിരുന്നു ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇൻ ദിസ് കേസ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂമാറ്റിക് ആണല്ലോ ഉപയോഗിക്കുന്നത്. ഹിയർ വി ആർ യൂസിങ് എ ടെക്നിക് ഓഫ് ബാലൻസിങ്. മെയിൻലി നമ്മൾ ചെയ്യുന്നത് പ്രഷർ ബാലൻസിങ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇഫ് എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു വൺ എൻഡ് ഓഫ് ദ ഡയഫ്രം ആൻ എയർ പ്രഷർ ഈസ് അപ്ലൈഡ് ടു ദ എൻറ്റയർ അപ്ലൈഡ് ടു ദ അതർ സൈഡ്. ഓക്കെ, നമ്മൾ ഒരു സൈഡിൽ ഡയഫ്രത്തിന്റെ ഒരു സൈഡിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന എയറിന് വേറൊരു പ്രഷർ, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ആയിട്ട് വരും. അപ്പം വെൻ സം പെർട്ടിക്കുലർ വാല്യൂ ഓഫ് പ്രഷർ വിൽ ബി നെസറി ടു എക്സാക്ട്ലി ബാലൻസ് ദ ഫോഴ്സ്. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫിഗറിലേക്ക് പോവാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറും നമ്മളുടെ ഈ മെട്രോളജിന്റെ അകത്ത് പഠിക്കാനില്ല. അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ഹൈഡ്രോളിക് ലോഡ് സെല്ലിന്റെ അകത്ത് എന്തായിരുന്നു ചെയ്തത്, എൻറ്റയർ പോർഷൻ വാസ് ഫിൽഡ് വിത്ത് വർക്കിംഗ് ഫ്ലൂയിഡ്. നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഫ്ലൂയിഡ് ആയിരിക്കും, വാട്ടർ ആണെങ്കിൽ വാട്ടർ, അത് എൻറ്റയർ പോർഷനിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടായിരുന്നു. ആൻഡ് നമുക്ക് മുകളിലുള്ള ഒരു പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആയിരുന്നു ബേസിക്കലി. സോ വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ദ എൻറ്റയർ ഫ്ലൂയിഡ് വിൽ ബി കംപ്രസ്ഡ്, ഓക്കെ, ഓർ ടെൻഡ് ടു എക്സേർട്ട് എ പ്രഷർ അപ്പോൺ ദ എൻറ്റയർ ഫ്ലൂയിഡ് വോളിയം. സോ എ പ്രഷർ ഇൻഡിക്കേറ്റർ വിൽ ഷോ ഹൗ മച്ച് പ്രഷർ ഈസ് എക്സേർട്ടഡ് ഇൻസൈഡ് ദിസ് ചേംബർ. നേരെ മറിച്ച് ഇവിടുത്തെ കേസിൽ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഫ്ലൂയിഡിന് പകരം നമ്മളുടെ ഹൈഡ്രോളിക് എക്യുപ്മെന്റിന് പകരം ഹിയർ വി ആർ യൂസിങ് ന്യൂമാറ്റിക് എക്യുപ്മെന്റ്. സോ ഹിയർ മെയിൻലി ന്യൂമാറ്റിക് എയർ ആണ് ഈ ഒരു നോസിൽ വഴി നമ്മൾ പാസ് ചെയ്ത് വിടുന്നത്. ഈ നോസിൽ വഴിയാണ് നമ്മൾ എയറിനെ ഇതിന്റെ ഉള്ളിലേക്ക്, നമുക്ക് എത്രത്തോളം എയർ ഇതിൻ്റെ അകത്ത് ആവശ്യമുണ്ടോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഈ ഉപയോഗിക്കുന്നത്, ഈ നോസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ ചെയ്തിട്ട് എയർ എന്നും ആവശ്യമുണ്ടെങ്കിൽ വി വിൽ ബി സപ്ലൈയിങ് ദിസ് എയർ വയ ദിസ് നോസിൽ ഓൺലി. സോ ഹിയർ വാട്ട് വിൽ ഹാപ്പൻ ഈസ് whenever we exert a force on the diaphragm means ഒരു പാട പോലത്തെ ഒരു സാധനം. ഓക്കെ, ഇറ്റ് ഈസ് എ തിൻ മെംബ്രെയിൻ. ഇപ്പൊ ഡയഫ്രം എന്ന് പറയുന്നത് ഒരു പാട പോലത്തെ സാധനമാണ്. സോ നിങ്ങൾക്ക് ഇവിടെ യു ക്യാൻ സി ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ആസ് ഇൻ എ റാൻഡം മാനർ, അല്ലെ? നമുക്കൊരു പ്ലെയിൻ സർഫസ് അല്ല ഇവിടെ ഉള്ളത്. ഡയഫ്രം ആയതുകൊണ്ട് തന്നെ, ഡയഫ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെണ്ടേന്റെ മുകളിലൊക്കെ വെക്കുന്ന തോല്, ഇതൊക്കെ ഡയഫ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ ചെണ്ടയൊക്കെ കൂട്ടുന്ന സമയത്ത് ഈ തോലിന്റെ മുകളിലായിരിക്കും അടിക്കുക. അപ്പൊ ഡയഫ്രം എന്ന് പറയുന്ന സാധനം മെയിൻലി ഈ ഒരു ഐറ്റം തന്നെയാണ്. നമ്മളുടെ ഇയർ ഡ്രമ്മിന്റെ അകത്തും ഉണ്ട്, അല്ലെ? നമ്മളെ ചെവി കേൾക്കുന്നത് നമുക്ക് എങ്ങനെയാണ്, ചെവിന്റെ ഉള്ളിലും ഒരു ഡയഫ്രം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. വെൻ അവർ സൗണ്ട് പ്രഷർ ഹിറ്റ്സ് ദ ഡയഫ്രം വിൽ വൈബ്രേറ്റ് ആൻഡ് corresponding sound will be, or corresponding frequency sound will be heard to us
അങ്ങനെയാണ് നമുക്ക് ചെവിയൊക്കെ കേൾക്കാൻ പറ്റുന്നത്. സോ സെയിം മോഡലിലാണ് ഇവിടെയും ഡയഫ്രം സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഡയഫ്രം ഇസ് എ തിൻ മെംബ്രെയിൻ. സോ whenever a force is exerted over here, the diaphragm will എന്താവും, ഫസ്റ്റ് എക്സേർട്ട് ചെയ്ത ഉടനെ ഡയഫ്രം ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴത്തേക്ക് വരും അല്ലേ. ദെൻ ഇറ്റ് വിൽ ഫ്ലക്ച്വേറ്റ് ആക്ച്വലി. സോ നമ്മൾ ഈ ഒരു സാധനത്തിന് അതിനർത്ഥം എന്ന് വെച്ചാൽ ഹിയർ വി ഹാവ് അപ്ലൈഡ് എ ഫോഴ്സ്. വെൻ എവർ ദിസ് ഡയഫ്രം ഹാസ് ഗോട്ട് ഡിഫ്ലക്ഷൻ, ഇറ്റ് മീൻസ് എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. അപ്പോൾ ആ സമയത്ത് വാട്ട് വി വിൽ ഡു ഈസ് വി വിൽ supply air into this chamber. Now externally we will provide air to this chamber, and how much air we will provide, ഇത് എത്രത്തോളം ബെൻഡ് ആയിട്ടുണ്ടോ അതിനെ തിരിച്ച് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, തിരിച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പഴയ പൊസിഷനിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് how much of quantity will air will be supplied, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വിടും. So here there will be a pressure. Since here air is entering through the nozzle, here there will be a pressure also corresponding. This pressure is indicated on the pressure indicator. Okay. അപ്പോൾ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഡയഫ്രം വിൽ ബി ഇൻ എ അനദർ പൊസിഷൻ, ഒരു താണ് നിൽക്കുന്ന പൊസിഷനിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആ പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് അതിനെ പഴയ പടിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വി ആർ സപ്ലൈയിങ് എൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എയർ ഓർ എനി അതർ ന്യൂമാറ്റിക് ഫ്ലൂയിഡ്. അപ്പോൾ അതിനെ നമ്മൾ കടത്തിവിടുന്ന സമയത്ത് ഹിയർ ഇൻ ദിസ് ചേംബർ ദർ വിൽ ബി എ പ്രഷർ ഇൻഡിക്കേറ്റർ വിച്ച് വിൽ ഷോസ് ദ പ്രഷർ ഇൻസൈഡ് ദിസ് ചേംബർ ടു ബാലൻസ് ദ ഡയഫ്രം. അപ്പോൾ ആ സമയത്ത് ബാലൻസ് ചെയ്ത സമയത്ത് അതിന്റെ അർത്ഥം എന്താ, ദിസ് പ്രഷർ വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദിസ് അല്ലെ, ഈ ഒരു ഫോഴ്സ് എക്സേർട്ടഡിനുമായിട്ട് ഈക്വൽ ആയിട്ട് വരും. ഓക്കെ. അപ്പം whenever the force is exerted, we will be balancing it through external air supply, and thereby we will be obtaining a pressure on this pressure indicator. This pressure will be a function of the force exerted on this diaphragm. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ പ്രഷറിന്റെയും ഫോഴ്സിന്റെയും ആയിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്, or we can say that pressure is equal to force divided by area that we have already discussed. അപ്പം ഇത് വെച്ചിട്ട് ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ട് എത്രത്തോളം ഫോഴ്സ് ആണ് ഇവിടെ എക്സേർട്ട് ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവി എക്യുപ്മെന്റ്സിനെ ആയിരുന്നു ലോഡ് സെല്ലും പിന്നെ എന്തായിരുന്നു യൂസ് ചെയ്തത്, ഹൈഡ്രോളിക് ലോഡ് സെല്ലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹൈഡ്രോളിക് എന്നൊക്കെ വരുമ്പോൾ ഹെവി മെഷീനറി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രയും സപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് ന്യൂമാറ്റിക് ലോഡ് സെൽ വി ആർ യൂസിങ് ഇറ്റ് ഫോർ സ്മോൾ ലോഡ് ചേഞ്ചസ്, ചെറിയ ചെറിയ ലോഡിന്റെ ചേഞ്ചസിന് വേണ്ടിയിട്ടാണ് വി ബേസിക്കലി യൂസ് ദിസ് ന്യൂമാറ്റിക് സെറ്റപ്പ്. ഓക്കെ. അപ്പൊ അത്രയാണ് ഈ ഒരു കാര്യത്തിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. സോ ഡയഗ്രാം ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാമാണ്. ദാറ്റ് ഇസ് ആക്ച്വലി നോസിൽ ഇൻസൈഡ്. നമ്മൾ ഹൈഡ്രോളിക്കിന്റെ അകത്തുനിന്ന് ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഹിയർ സിറ്റുവേറ്റ് എ നോസിൽ ഇൻ ദിസ് ഡയഗ്രാം. ബാക്കി പിന്നെ നമ്മളെ പിസ്റ്റണിന് പകരം വി ആർ റീപ്ലേസിങ് ഇറ്റ് വിത്ത് എ diaphragm, and the main principle behind this is balancing of the diaphragm that we have provided over here. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനുള്ളത്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് പീസോ ഇലക്ട്രിക് സെൻസർ. അപ്പം പീസോ ഇലക്ട്രിക് എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി ഇനി ഞാൻ പുതിയതായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം പീസോ ഇലക്ട്രിക് എന്തായിരുന്നു എന്നുള്ളത്. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് എ മെറ്റീരിയൽ which when deforms its shape, it will provide a electrical output. So consider this as piezoelectric material. Whenever a force is applied, this piece will get deformed. In corresponding to the deformation, we will be getting a voltage over the circuit. Okay. Based on this voltage value, we will be calibrating it in terms of force. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പീസോ ഇലക്ട്രിക് സെൻസർ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു തന്നു. ഒരുപാട് സമയമായിട്ട് നമ്മൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിനെ പറ്റിയിട്ട് ഒരുപാട് നേരമായിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിലിംഗ് ഇനി പറയുന്നില്ല, കാരണം ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ അകത്ത് നമ്മൾ whenever a force is applied, it will get deformed.
deform ചെയ്യുന്ന സമയത്ത് there will be a voltage formation. This voltage corresponding how much voltage we have obtained, that will be calibrated to force that we provided. നമുക്ക് ഫോഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് എന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ഇമേജ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വരച്ച ഇമേജ് തന്നെയാണ്. അതായത് ദിസ് ഈസ് അവർ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ. Okay, this is our piezoelectric material. This is the force that we have provided. It is a voltmeter provided over here. This voltmeter will indicate some reading, and this reading is calibrated towards force. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ നമ്മൾ കുറെ കാലമായി കേട്ടോണ്ടിരിക്കുന്നു. മെയിനായിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ this piezoelectric material will be having positive charges and negative charges in this. Okay. This piezoelectric material will be having its own positive and negative charges. Whenever no force is applied, this will be in neutral state. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ this positive and negative charges will align to neutralize each other. അതുകൊണ്ടാണ് നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടാത്തത്. Whenever it is deformed, this positive and negative charges will be getting separated. ആ സെപ്പറേഷന്റെ സമയത്താണ് നമുക്ക് ഇവിടെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് റാൻഡംലി യൂണിഫോംലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാകുക. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യൂണിഫോംലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാവും. whenever this crystal has not undergone any deformation, but whenever it undergoes into a deformation process, the positive and negative charges will be separated from here, and thereby അങ്ങനെയാണ് നമുക്ക് ഇവിടെ വോൾട്ടേജ് ശരിക്കും ജനറേറ്റ് ആകുന്നത്. അപ്പം ഇതിന്റെ കേസിൽ ഈ ഒരു ചെറിയ ലോജിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ മെട്രോളജി ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5ാമത്തെ മൊഡ്യൂൾ തൊട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. കാരണം ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിനെ വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, then some of our piezoelectric crystals are mentioned here, that is ceramic, tourmaline, then ammonium dihydrogen phosphate, then barium titanate and gallium phosphate, lithium sulfate. ഇതൊക്കെയാണ് നമ്മളുടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സാധനങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. when a force pressure or acceleration is applied to piezoelectric material, an electric charge is developed across the crystal. This electric charge is proportional to force applied. then നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സാധനങ്ങൾ പഠിക്കാനുണ്ട്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ തന്നെ ചെറിയൊരു വേരിയേഷൻ പഠിക്കാനുണ്ട്. നമുക്കറിയാം ചില സ്ട്രെയിനുകൾ കംപ്രസീവ് ആയിരിക്കും, ചിലത് ടെൻസൈൽ ആയിരിക്കും, ആൻഡ് മറ്റ് ചിലത് ചിലപ്പം ഷിയർ ആയിരിക്കും, അല്ലെ? ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണെന്ന് നമുക്ക് ചിലപ്പം പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കേസസിൽ നമ്മൾ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ടൈപ്പ് ഡയറക്ഷനിലേക്ക് വരുന്ന ഫോഴ്സസ്, വി ഹാവ് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ ആൻഡ് സെഡ് ഡയറക്ഷൻ ഫോർ എനി കമ്പോണന്റ്. ഏതൊരു മെറ്റീരിയൽ എടുത്താലും ദേ ഹാവ് എക്സ് വൈ സെഡ് കോർഡിനേറ്റ്. അപ്പോൾ എക്സ് ആക്സിസിലായിരിക്കും ചിലപ്പം ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക, വൈ ഡയറക്ഷനിലായിരിക്കും ചിലപ്പം കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുക, മേ ബി സെഡ് ഡയറക്ഷനിലായിരിക്കും ഷിയർ ആക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ബേസ്ഡ് ഓൺ ദിസ് നമ്മൾ വി ഹാവ് പ്രൊവൈഡഡ് 3 പീസസ് ഓഫ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഓവർ ദ മെറ്റീരിയൽ. നമ്മളത് കണക്കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഈ 3 പീസസ് ആക്കിയിട്ട് ജോയിൻ ചെയ്തിട്ടായിരിക്കും മെഷർമെന്റ് പ്രോസസ്സിന് യൂസ് ചെയ്യുക. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ചില സ്ഥലത്ത് ടെൻസൈൽ ആയിരിക്കാം, ചില സ്ഥലത്ത് കംപ്രസീവ് ആയിരിക്കാം, ചില സ്ഥലത്ത് ഷിയർ ആവാം. അപ്പൊ ഏതാണെന്ന് നമുക്ക് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ 3 ഡിഫറെന്റ് മെറ്റീരിയൽ ആക്കി ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ടായിരിക്കും ടെസ്റ്റിങ്ങിന് വിധേയമാക്കുക. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദിസ് ഈസ് ആക്ച്വലി അവർ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. ബാക്കി നമ്മൾ ചെയ്ത പോലെ തന്നെ എക്സ്റ്റേണൽ പ്രഷർ ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ദിസ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ വിൽ ബി ഗെറ്റിംഗ് കംപ്രസ്ഡ്, ദെൻ വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് മാത്രം. ഓക്കെ,
and the charge, our voltage we have obtained is given in this equation. ഇത് വെച്ചിട്ടാണ് നമ്മൾ calibration process നടത്തുന്നത്. Q means the charge or voltage that we obtained is equal to K into delta X, or delta X will means the change in displacement. Okay, the distance that we deformation that the crystal made over, that is delta X actually. Then K is what? Stiffness of the material. Every material will be having its own stiffness. So K is actually stiffness of the material, and delta X will be the deformation that we have obtained while applying the force over a piezoelectric crystal. So let us consider a diagram. This is the original shape of the material. We have provided an external force over here. Okay, whenever we provide this external force, this material get deformed. നമ്മളിപ്പോൾ compressive force ആണ് ഇവിടെ apply ചെയ്തിട്ടുള്ളത്. So the material will be reduced its size. So നമുക്കറിയാം ആദ്യത്തെ ഇതിന്റെ thickness, let us consider 2 mm. Now it has changed to 1 millimeter. Okay, so delta X will be 1 mm. K will be stiffness that every material possesses by its own property. അപ്പോൾ ഓരോന്നിനും K വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയെടുക്കാം. Okay, and another equation is S into P. S is what? Charge sensitivity, and P means the pressure that we have applied. So ഈ ഒരു റിലേഷൻ ആയിരിക്കും ബേസിക്കലി നമ്മൾ വോൾട്ടേജിനെ ഇതിൻ്റെ അകത്തേക്ക് ഫോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ ഇക്വേഷൻ വിൽ ബി Q is equal to S into P. Okay, S will be charge sensitivity, that is also constant for a piezoelectric crystal. Based on every crystal there will be individual sensitivity, charge sensitivity. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഇക്വേഷൻ വരുന്നത്. നമ്മൾ ഇതായിരിക്കും ഇതിൻ്റെ പർപ്പസിൽ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഉപയോഗിച്ചെങ്കിൽ വി വിൽ ബി യൂസിങ് Q is equal to K into delta X, this relation. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളത് ഈ ഒരു ഇക്വേഷനിലേക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദീസ് ആർ ദ terms related to piezoelectric crystals. പിന്നെ ഞാൻ പറഞ്ഞു ഇതിനെ നമ്മൾ 3 കമ്പോണന്റ് ആയിട്ട് വെക്കുന്നത്. അതാണ് 3 component force measurement using piezoelectric quartz crystal. What are the 3 components? അപ്പോൾ അതും പറഞ്ഞു. നമുക്ക് ഏതൊക്കെ തരത്തിലുണ്ടാവും? ടെൻസൈൽ ഉണ്ടാവും, or it will be compressive, or it will be shear. Based on അതുകൊണ്ടാണ് 3 component of force എന്ന് പേര് വിളിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ അതിൻ്റെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ 3ആയിട്ട് മുറിച്ചിട്ട് അതിനെ വെക്കുന്നു മാത്രം, ജോയിൻ ചെയ്ത് വെക്കുന്നു മാത്രം. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. when force act on the transducer, it is transmitted to each of 3 pair of disc. നമ്മൾ ആ 3 pair of ഡിസ്കിലേക്കും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതുവഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. എങ്ങനെയാണ് അത് കട്ട് ചെയ്യുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈച്ച് പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ റിംഗ് ഹാസ് ബീൻ കട്ട് അലോങ് എ സ്പെസിഫിക് ആക്സിസ്. അതായത് നമുക്കിപ്പോൾ കംപ്രസീവ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ കംപ്രസീവ് ആക്സിസ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നതുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് കണക്കായിട്ട് കട്ട് ചെയ്തെടുക്കും പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ. നേരെ മറിച്ച് ടെൻസൈൽ ആണെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മെഷർ ചെയ്യാനുള്ള പാകത്തിൽ വിൽ ബി കട്ടിങ് ഇറ്റ് ഓവർ ഇറ്റ്സ് ദാറ്റ് പെർട്ടിക്കുലർ ആക്സിസ്. അങ്ങനെ ഓരോ പെർട്ടിക്കുലർ ആക്സിസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് മെഷർമെന്റ് എടുക്കും. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഫോഴ്സ് മെഷർമെന്റ് ആക്ച്വലി തീരെയാണ്. നെക്സ്റ്റ് ഇസ് ടോർക്ക് മെഷർമെന്റ്. അപ്പൊ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോർക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ നമ്മൾ തുടങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ആദ്യം തന്നെ സ്ട്രെയിന് പഠിച്ചു തുടങ്ങി. സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡീഫോർമേഷൻ, ചേഞ്ച് ഇൻ ലെങ്ത്, അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്ട്രെയിൻ മെഷർമെന്റിൽ തുടങ്ങിയത്. സ്ട്രെയിന് കഴിഞ്ഞ് നമ്മൾ അടുത്തത് ഈ സ്ട്രെയിൻ ഉണ്ടാവാൻ കാരണക്കാരനായ ഫോഴ്സിനെ പറ്റി മെഷർ ചെയ്ത് തുടങ്ങി. ആഫ്റ്റർ ദാറ്റ് വി ആർ ഹെഡിങ് ടുവേർഡ്സ് ടോർക്ക് മെഷർമെന്റ്.
ടോർക്ക് എന്ന് വെച്ചാൽ എന്താ, ഒരു റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ്, ഒരു അല്ലെങ്കിൽ എ ബോഡി വെൻ എ ബോഡി ടെൻ ടു റൊട്ടേറ്റ് ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ, എ റൊട്ടേറ്റിംഗ് ടോർക്ക് വിൽ ബി ജനറേറ്റഡ് ഓവർ ദർ. അപ്പൊ നമുക്കറിയാം, നമ്മളെ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ബൈക്ക് കാറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിലും നമ്മൾ സ്പീഡോമീറ്ററിന്റെ സൈഡിൽ തന്നെ ഒരു ടോർക്ക് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് കൂടി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ആക്ച്വലി ടോർക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലെ. നമ്മളുടെ ടോർക്ക് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിനാണ്? നമുക്കറിയാം, വണ്ടീന്റെ പവർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ഏതൊരു എഞ്ചിന്റെയും പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയുന്ന ഇക്വേഷൻ 2πnt/60 ആണ്. ദിസ് ടി സ്റ്റാൻഡ്സ് ഫോർ ദ ടോർക്ക് ദാറ്റ് വി ഹാവ് ഒബ്റ്റെയിൻഡ്. അപ്പൊ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തിന്റെ ആവശ്യം വരുന്നത്? ബേസിക്കലി ടോർക്ക് എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അല്ലാണ്ട് നമുക്ക് ടോർക്ക് അറിയാതെ നമുക്കൊരു റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റിന്റെ, നമ്മളെ എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് മെയിൻലി ഇറ്റ് ഈസ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റിന്റെ പവർ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി വി നീഡ് ദ ടേം ടോർക്ക്. സോ ടോർക്ക് ഇല്ലാതെ നമുക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോർക്ക് മെഷർമെന്റിലേക്ക് പോകുന്നത്. ആൻഡ് ഓൾസോ ടോർക്ക് എന്താണെന്ന് അറിയാം നമുക്ക്. ടോർക്ക് എന്ന് വെച്ചാൽ ഏകദേശം മൊമെന്റ് പോലെ തന്നെയുള്ള ഒരു സാധനമാണ്, ബട്ട് റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റിന്റെ കേസിലാണ് പറയാന്ന് മാത്രം. ദാറ്റ് മീൻസ് നമുക്കൊരു സിലിണ്ടറിക്കൽ റിംഗ് ഉണ്ട് എന്നായിരിക്കും, ആൻഡ് വി ഹാവ് അപ്ലൈഡ് ഫോഴ്സ് ഓവർ ഹിയർ. ഓക്കെ, അതിന്റെ ഡയമട്രിക്കൽ ആക്സിസിൽ വി ഹാവ് പ്രൊവൈഡഡ് എ ഫോഴ്സ്. ദിസ് ഫോഴ്സ് വിൽ ടെൻ ദിസ് ഡിസ്ക് ടു റൊട്ടേറ്റ്. ഇങ്ങനെ ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദിസ് ഡിസ്ക് വിൽ റൊട്ടേറ്റ്. അപ്പോൾ ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൗ മച്ച് പവർ വിൽ ബി ഒബ്റ്റെയിനിങ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ടോർക്ക് എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ അത് മനസ്സിലാക്കുക? അതായത് ഞാനൊരു സാധാരണ റിംഗ് എടുത്തു, നമ്മളെല്ലാവരും ചിലപ്പം കളിക്കാറുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും ഇതൊക്കെ. എന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും, ടയറൊക്കെ ഉരുട്ടിയിട്ടൊക്കെ റോഡിൽ കൂടെ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ. അപ്പൊ ടയർ ഉരുട്ടുന്ന സമയത്ത് വാട്ട് വി ഹാവ് പ്രൊവൈഡഡ് എ ഫോഴ്സ് ടു ദ സർക്കംഫറൻസ് ഓഫ് ദ ടയർ അല്ലെ. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. മേ ബി ചില ആൾക്കാർ ഇവിടെ ആയിരിക്കും ഇടിക്കുന്നുണ്ടാവുക, ബട്ട് കുറച്ച് ഇതിനെപ്പറ്റി ലോജിക്കലി മനസ്സിലാക്കിയ ആൾക്കാർ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ചിലപ്പം ഇതിനെ അടിക്കുന്നുണ്ടാവുക ഇവിടെ ആയിരിക്കും, ടയറിന് അടിക്കുക. അപ്പം അത്യാവശ്യം നല്ല റിജിഡ് ആയിട്ടുള്ള ടയർ ആണെങ്കിൽ പ്രശ്നമില്ല, ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ കിട്ടി അത് പോയി തുടങ്ങും. ബട്ട് അതേസമയം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മളെ ചേട്ടന്മാരൊക്കെ അടിക്കുന്ന സമയത്ത് അവർ ഏകദേശം ഇതിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നോക്കിയിട്ടായിരിക്കും അടിക്കുക. അന്നേരത്തെ അതിന് സ്പീഡ് കൂടുതലായിട്ടൊക്കെ കിട്ടുന്ന കാണാൻ പറ്റും. അപ്പൊ ആ സെയിം പ്രൊസീജിയർ ആണ് ഇവിടെ നമ്മൾ ടോർക്ക് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ലെറ്റ് us കൺസിഡർ വി ഹാവ് പ്രൊവൈഡ് ദ ഫോഴ്സ് ഓവർ ഹിയർ. ടാൻജൻഷ്യൽ ആക്സിസ് കൂടിയായിരുന്നു നമ്മൾ ഈ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തെന്ന് വിചാരിക്കാം. ആൻഡ് ദർ വിൽ ബി ആക്ച്വലി എ റേഡിയസ് ഫോർ എ സർക്കുലർ ക്രോസ് സെക്ഷൻ. ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ദർ മസ്റ്റ് ബി എ റേഡിയസ് ഫോർ ദാറ്റ്. സോ ഈ ടോർക്ക് എന്ന് പറയുന്ന സാധനം എന്താണ്? ദിസ് ടോർക്ക് ഈസ് ആക്ച്വലി ദ ഫോഴ്സ് വിച്ച് വി ഹാവ് പ്രൊവൈഡഡ് into this perpendicular distance. That perpendicular distance is actually the radius. So this is actually torque. നമ്മളെ വണ്ടീന്റെ കേസിലായാലും ടോർക്ക് ഈസ് മെന്റ് ഫോർ ദ സെയിം റീസൺ. നമ്മളെ വണ്ടീന്റെ കേസിൽ എഞ്ചിന്റെ ടോർക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിന്റെ അകത്ത് നിന്ന് എങ്ങനെയാണ്, ഇപ്പം ബെൽറ്റ് ഡ്രൈവ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ഓൾസോ ഹിയർ വി വിൽ ബി പ്രൊവൈഡിങ് എ ഫോഴ്സ്. ദിസ് ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫോർ ദ ഡ്രം, അതായിരിക്കും നമ്മളുടെ ടോർക്ക് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം വന്നു. ആ ഫോഴ്സിന്റെ അകത്ത് ജനറേറ്റ് ചെയ്തതാണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടോർക്ക് മെഷറിംഗ് ഡിവൈസസ് ആണ്. അതിലെ ഒന്നാമത്തെ ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രെയിൻ ടോർക്ക് മീറ്റർ. അപ്പൊ ഇവിടെയും ആര് വന്നു? സ്ട്രെയിൻ ഗേജ് വെച്ചിട്ടുള്ള എന്തോ ഒരു സെറ്റപ്പ് ആണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് സ്ട്രെയിൻ ടോർക്ക് മീറ്റർ? നമ്മൾ ഫോഴ്സ് മെഷർ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഹിയർ വി ആർ മെഷറിംഗ് ടോർക്ക് ഓൾസോ യൂസിങ് സ്ട്രെയിൻ ഗേജസ്. എന്തായിരിക്കും ഇതിൻ്റെ അകത്തുള്ള പരിപാടി? മെയിനായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? മെഷറിംഗ് ദ സ്ട്രെയിൻ ഇൻഡ്യൂസ്ഡ് ഇൻ ഷാഫ്റ്റ് ഡ്യൂ ടു അപ്ലൈഡ് ടോർക്ക് ഈസ് യൂസ്ഡ് ഫോർ ടോർക്ക് മെഷർമെന്റ്. നമ്മളൊരു ടോർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓർ ഒരു ഫോഴ്സ്, ലെറ്റ് us കൺസിഡർ ദിസ് ടോർക്ക് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഫോഴ്സ്.
അല്ലെ? നമുക്കറിയാം ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. നമ്മൾ പ്രഷർ പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രഷർ പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞു. കാരണം എന്താ? ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ എന്ന് അറിയാം. അതേപോലെ തന്നെ ടോർക്ക് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ബിക്കോസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്ലൈഡ് ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് സ്ട്രെയിൻ ഗേജസ്. ഓക്കെ, so here the strain measured by electrical means to indicate torque. Here mainly we are using strain gauges. Which type of strain gauges? Electrical strain gauges are used for measurement of torque over here. So എന്തൊക്കെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് നോക്കാം. There are in total actually 4 strain gauges. അപ്പോൾ അത് നമ്മൾ ഫോഴ്സ് മെഷർമെന്റിനകത്ത് ഓൾറെഡി നോക്കിയതാണ്. 4 strain gauges we are used, അല്ലെ? അപ്പൊ ഇവിടെയും സെയിം തന്നെ. അത് പക്ഷെങ്കിൽ എവിടെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്? നമ്മൾ എവിടെയാണോ ടോർഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്, that is actually called as torsion bar. So in this torsion bar actually we are providing this 4 strain gauges. എന്തിനായിരിക്കും 4 എണ്ണം വെക്കുന്നത്? In this 4 strain gauges, 2 will be for measuring tensile and the other 2 will be measuring compressive. ഓക്കെ, ഇത് രണ്ടും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 സ്ട്രെയിൻ ഗേജസ് യൂസ് ചെയ്യുന്നത്. എന്തിനായിരിക്കും ഈ 4 എണ്ണം യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് 4 റെസിസ്റ്റൻസ്. ഓക്കെ, 4 എലമെന്റ്സ് ഓഫ് റെസിസ്റ്റൻസ്. എന്നാലേ നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. And in between we will be providing a voltmeter also for measuring the voltage if at all generated with the variation in pressure, variation in resistance. Resistance il endelu change vannu kayal voltage will be indicated over voltmeter. appo adu measure cheyan vendittu idu nammal use cheyyunnundu. So basically ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എല്ലാവർക്കും അറിയുന്ന സാധനമാണെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എഴുതാത്തത്. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെറ്റപ്പിനാണ് നമ്മൾ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയാം. വി വിൽ ബി ഹാവിങ് എ ബാറ്ററി സോഴ്സ് ഓവർ ഹിയർ. അത് എക്സ്റ്റേണൽ പവർ സപ്ലൈ ആണ്. എക്സ്റ്റേണൽ പവർ സപ്ലൈ വഴി നമ്മൾ ഈ റെസിസ്റ്റൻസ് R1, R2, R3, R4 കൊടുക്കും. ഓക്കെ, then left side relation R1 divided by R4 will be equal to R2 divided by R3. ഇതായിരിക്കും whenever four of the resistance are in balanced state. If at all any changes in any of the resistance occur, the voltage will be generated across this voltmeter. അപ്പോൾ അത് voltage will not be equal to 0. അല്ലെ? If at all this relation is not satisfied, then voltage will not be equal to 0 or the bridge will be unbalanced എന്ന് പറയും. അപ്പൊ ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നാല് സ്ട്രെയിൻ ഗേജസ് തന്നെ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ദീസ് 4 സ്ട്രെയിൻ ഗേജസ് ആർ ഷോൺ ഓവർ ഹിയർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 45 ഡിഗ്രി ആംഗിൾ വെച്ചിട്ടാണ് സ്ട്രെയിൻ ഗേജസിന് വെച്ചിട്ടുള്ളത്. ഓക്കെ, R1 ഞാൻ ഇവിടെ വെച്ചു, R2നെ ഞാൻ എവിടെ വെച്ചു? നേരെ അതിന്റെ അപ്പുറത്തെ സൈഡ് ഡയഗണലി ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ അപ്പുറം വെച്ചിട്ടുള്ളത്. ആൻഡ് therefore R3 ഈസ് R4. ഈ ഒരു ആംഗിളിലുള്ള ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി ഹാവിങ് ആൻ ആംഗിൾ ദാറ്റ് ഈസ് 45 ഡിഗ്രി. Okay, every resistance will be made in an angle of 45 degree to each other. അപ്പോൾ അതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കണക്ഷൻ നമുക്കറിയാം. നമ്മളിപ്പോ R1, R2, അതായത് ഇവിടെ നമ്മൾ വയർ വന്നാൽ we will be making it into 2 branches. One will be R1 and another branch will be R2. Then after that we will be connecting R3 and for R2 we will be connecting R4. Then how the relation will occur?
ഇവിടെ ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമ്മൾ റിലേഷൻ എടുക്കേണ്ടത് എങ്ങനെയാ, ഈ രീതിയിൽ വേണം എടുക്കാൻ. കാരണം ഇത് ഫിഗർ ജസ്റ്റ് റൊട്ടേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തല്ലോ. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന്റെ അകത്ത് ഒരു ഭാഗത്തിന്റെ മൊത്തം റിലേഷൻ ദാറ്റ് ഈസ് R1 ഡിവൈഡ് ബൈ R3 will be equal to R2 divided by R4 whenever the bridge is balanced. If at all there is not if at all this relation is not actually happening, then there will be a change in voltage. That is, voltage will not be equal to 0. ഇതാണ് ഈ ഒരു പ്രോസസ്സിന്റെ അകത്ത് നടക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ടോർക്ക് മെഷർമെന്റ്സിന്റെ അകത്ത് വരുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ടോർക്ക് മെഷർ ചെയ്യുന്ന സമയത്ത് ഈച്ച് ഗേജ് വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degree to each other. ഓക്കെ, then for measuring of torque we have dynamometer. ഇതാണ് നമ്മൾ വണ്ടീൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബിൻ്റെ അകത്തൊക്കെ, മെഷീനറി ലാബിൻ്റെ അകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു സാധനം. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത സമയത്ത് ഇലക്ട്രിക്കൽ ലാബിൻ്റെ അകത്ത്, ഫ്ലൂയിഡ് മെഷീനറി ലാബിൻ്റെ അകത്ത് ഒക്കെ കണ്ടൊരു സാധനമായിരിക്കും. നമുക്കൊരു ഡ്രം ഉണ്ടാവുമായിരുന്നു. ഡ്രമ്മിൻ്റെ അകത്ത് 2 വെയിറ്റ് ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പും ഉണ്ടായിരുന്നു അല്ലെ. വി ആർ ഹാവിങ് എ ഡ്രം ആൻഡ് 2 വെയിറ്റ് ഹാങ്ങിങ് സെറ്റപ്പ്, ഒരു റോപ്പൊക്കെ വെച്ചിട്ട് വെയിറ്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. എന്നിട്ട് ഇവിടെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഭാഗം ചിലപ്പം ഫിക്സഡ് ആയിരിക്കും, മറ്റേ ഭാഗത്തായിരിക്കും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഡൈനാമോമീറ്റർ എന്ന് പറയുന്നത്. ആക്ച്വലി ഡൈനാമോ മീൻസ് സംതിങ് വിച്ച് റൊട്ടേറ്റ് അല്ലെ. നമ്മൾ ഡൈനാമോ എന്നൊക്കെ പറയുന്നത്, നമ്മളെ വണ്ടീൻ്റെ അകത്തൊക്കെ വെക്കുന്ന ഡൈനാമോ എന്ന് പറയുന്നതിനാണ്. റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ഫോം ചെയ്യുന്ന സാധനമായിരുന്നു ഡൈനാമോ. സോ ഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത് എന്താ, സംതിങ് വിച്ച് മൂവ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഡൈനാമോ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മീറ്റർ ഓൾസോ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് മൂവ്മെന്റ് ഇറ്റ് സെൽഫ്. അപ്പം ഡൈനാമോമീറ്റർ ഇസ് എ ലോഡ് ഡിവൈസ്. നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ അകത്ത് ലോഡ് അപ്ലൈ ചെയ്തിട്ടാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. സോ ഡൈനാമോമീറ്റർ ഇസ് എ ലോഡ് ഡിവൈസ് വിച്ച് ഈസ് ജനറലി യൂസ്ഡ് ഫോർ മെഷറിംഗ് പവർ ഔട്ട്പുട്ട് ഓഫ് എൻ എൻജിൻ. ഇത് നമ്മൾ എന്തിനായിരുന്നു ഉപയോഗിക്കുന്നത്, ഈ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ. പവർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം 2π NT/60 ആണ്. ടോർക്ക് കിട്ടും. N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ ആണ്. നമ്പർ ഓഫ് റെവല്യൂഷൻ നമ്മൾ എങ്ങനെയായിരുന്നു അളന്നുകൊണ്ടിരുന്നത്, ടാക്കോമീറ്റർ ഇവിടെ വെച്ചുകൊടുത്താൽ മതി. ടാക്കോമീറ്റർ ഇവിടെ കറക്റ്റ് ഇതിന്റെ സെന്റർ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ, ടാക്കോമീറ്റർ ഓർമ്മ ഉണ്ടാവുന്നതായിരിക്കും, ചെറിയ ഇത്രോണുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ഇവിടെ റീഡിംഗ് ഒക്കെ വെച്ചിട്ടുള്ളത്. സോ ടാക്കോമീറ്റർ നമ്മൾ ഇതിന്റെ സെന്റർ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം റെവല്യൂഷനിൽ കറങ്ങുന്നുണ്ടോ ദാറ്റ് വി വിൽ ബി ഒബ്റ്റൈൻഡ് ഓവർ ടാക്കോമീറ്റർ. അപ്പോൾ N നമുക്ക് കിട്ടി, ടോർക്ക് നമുക്ക് കണ്ടുപിടിക്കാം ബിക്കോസ് വി ഹാവ് പ്രൊവൈഡഡ് എ ഫോഴ്സ് ഓവർ ഹിയർ. ബാലൻസിങ് ഫോഴ്സ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫോഴ്സ് ഇതിന്റെ റേഡിയസ് അറിയെങ്കിൽ ടോർക്കും കിട്ടി, thereby we will be obtaining power. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ 2 ടൈപ്പ് ഓഫ് ഡൈനാമോമീറ്റർ ആണുള്ളത്. ആ 2 ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പവർ അബ്സോർപ്ഷൻ ഡൈനാമോമീറ്റർ ആൻഡ് പവർ ട്രാൻസ്മിഷൻ ഡൈനാമോമീറ്റർ. അപ്പൊ പേര് തന്നെ ഉണ്ട്. അത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ അകത്തുള്ള പവറിനെ അബ്സോർബ് ചെയ്യും, അത് മൊത്തത്തിൽ ഇങ്ങ് എടുക്കും അല്ലെ. എഞ്ചിൻ്റെ അകത്ത് നിന്ന് എത്രത്തോളം പവർ വരുന്നുണ്ടോ, ഫോർ ദിസ് മെഷറിംഗ് പർപ്പസ് ദാറ്റ് എൻറ്റയർ പവർ വിൽ ബി അബ്സോർബ്ഡ് ബൈ ദ ഡൈനാമോമീറ്റർ. നേരെ മറിച്ച് ട്രാൻസ്മിഷൻ ടൈപ്പ് ഡൈനാമോമീറ്റർ ആണെങ്കിൽ only a portion of the power will be transmitted to the dynamometer. Okay, and this transmitted power will be again given back to engine. നമ്മളെ എഞ്ചിനിലേക്ക് തന്നെ തിരിച്ച് സപ്ലൈ ചെയ്ത് കൊടുക്കും. അതായത് നമുക്ക് നോ എനർജി ലോസ് ഹിയർ ട്രാൻസ്മിഷൻ ടൈപ്പിലാണെങ്കിൽ. നേരെ മറിച്ച് അബ്സോർപ്ഷൻ ടൈപ്പിലാണെങ്കിൽ നമ്മൾ ആ മെഷർ ചെയ്യുന്ന സമയത്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വെയിറ്റ് ഒക്കെ നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന ഡൈനാമോമീറ്റർ, ഇവിടെ നമ്മൾ എഞ്ചിൻ്റെ അകത്തുള്ള പവറിനെ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ വലിച്ചെടുക്കുകയാണ്. ഇവിടെ അന്നേരത്ത് തൊട്ട് നോക്കിയാൽ ഒക്കെ അറിയാം, ഈ ഡ്രമ്മിൻ്റെ അകത്തൊക്കെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അന്നേരത്ത് നല്ല ചൂട് അനുഭവപ്പെടും. ബിക്കോസ് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ അവിടെ ആക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
നേരെ മറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വണ്ടീന്റെ ബ്രേക്ക് പിടിക്കുകയാണ്. വണ്ടീന്റെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഫുൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടീന്റെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെന്നെ സംഭവിക്കുക, ഇതേപോലെ തന്നെ നമ്മൾ വണ്ടീന്റെ എഞ്ചിന്റെ അകത്തുള്ള പവറിനെ അബ്സോർബ് ചെയ്യുന്നത്. സോ അതാണ് അബ്സോർപ്ഷൻ ടൈപ്പ് ഡൈനാമോമീറ്ററിൽ വരുന്നത്. സോ നമുക്ക് അതിന്റെ ബാക്കി ക്ലാസിഫിക്കേഷൻ ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അറ്റൻഡൻസ് എടുത്തിട്ട് പിരിയാം. ബാക്കിയുള്ളത് നമുക്ക് തിങ്കളാഴ്ച നോക്കാം ഡൈനാമോമീറ്ററിന്റെ.